ഓം ധ്യാനമൂലം ഭക്തിഃ പൂജാമൂലം ഗുരുപദം മന്ത്രമൂലം ഗുരോർവാക്യം മോക്ഷമൂലം ഗുരുകൃപാ. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രിയ സജ്ജനങ്ങളെ, സ്മൈൽ സാധന യുടെ ഭാഗമായിട്ട് നടത്തിവരുന്ന ഈ വിഭാതവേളയിലെ സത്സംഗത്തില് മൂന്നാമത്തെ സത്സംഗമാണ് ഈ ഉള്ളവൻ്റേത്. പിണ്ടനന്ദിയാണ് നമ്മൾ സത്സംഗത്തിൽ വിചാരത്തിനായിട്ട് എടുക്കുന്നത്. 2 സത്സംഗ ക്ലാസ്സുകൾ കഴിഞ്ഞു. 5 ശ്ലോകങ്ങൾ നമ്മൾ വിചാരം ചെയ്തു. പിണ്ടനന്ദി പ്രത്യേകിച്ചും നമ്മിലെ തന്നെ ഈശ്വര വിചാരത്തെയും ഈശ്വര ഭക്തിയെയും ഉയർത്തിയെടുത്ത് ജീവിതത്തെ ഏറ്റവും ലഘുത്വമുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് ഗുരു എഴുതിയിട്ടുള്ളതാണ്. മനുഷ്യനിലെ ഏറ്റവും ശക്തമായ നിഷേധാത്മക വികാരം അല്ലെ നിഷേധാത്മക ഭാവം എന്ന് പറയുന്നത് അഹങ്കാരമാണ്. അതൊരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആണ് അഹങ്കാരം. അഹങ്കാരം ശക്തമാകുന്നതോട് കൂടിയിട്ട് മനുഷ്യൻ നിരവധി ദുഃഖങ്ങൾക്കും ക്ലേശങ്ങൾക്കും വേദനകൾക്കും, അത് സ്വയം മാത്രമല്ല മറ്റുള്ളവർക്കും നമ്മുടെ ജീവിതം ദുരിതം സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതത്തിന് ഒരു പരിണാമം, ഒരു മാറ്റം കൊണ്ടുവരണം. അതിന് നമ്മളുടെ ജീവിതത്തിലെ സർവ നന്മകൾക്കും സർവ ഗുണങ്ങൾക്കും പിന്നിലിരിക്കുന്ന ഏകചൈതന്യമായ ഈശ്വരനോട് കൃതജ്ഞതയുള്ളവരായിട്ട് മാറേണ്ടതുണ്ട്. ആ കൃതജ്ഞത വളർത്തിയെടുക്കാനായിട്ട് നമ്മെ ഒരു ഓർമ്മപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് അമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ 9 മാസം കിടന്ന ഒരു ഓർമ്മ നമ്മളിൽ ഗുരു ഉണർത്തുകയും അപ്പോൾ നമ്മെ പരിപാലിച്ച ഈശ്വരനെ നമ്മൾ കൃതജ്ഞതയോടെ സ്മരിക്കുകയും ആ ഈശ്വരനിലേക്ക് നമ്മളെ സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതത്തെയാണ് ഈ പിണ്ടനന്ദി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ദാർശനികതയായിട്ട് നമ്മൾ കരുതേണ്ടത്. ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നു അടിയനൊക്കെയുമങ്ങു ശംഭോ. ഈ ഗുരുദേവ കൃതികളിൽ തന്നെ ഒരു മഹാവാക്യം എന്ന് പറയാവുന്ന വിധത്തിലാണ് പിണ്ടനന്ദിയിൽ ഗുരു പറഞ്ഞിട്ടുള്ള കൽപ്പിച്ച പോലെ വരും. ഈ കൽപ്പിച്ച പോലെ വരും എന്നത് നമ്മൾ ദിവസവും ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ജീവിത നിശ്ചയത്തിനപ്പുറത്ത് ഒരു ജീവിത നിശ്ചയം നമ്മുടെ പിന്നില്, നമ്മുടെ സർവചലനങ്ങൾക്കും പിന്നില്, കർമ്മങ്ങൾക്കും പിന്നില് നമ്മെ ഭരിക്കുന്ന ഒരു ശക്തിയായിട്ടുണ്ട്. ആ ശക്തിയെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. വിസ്മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ശക്തിയുടെ പ്രേരണകൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കേണ്ടി വരും. അതാണ് സംഘർഷം എന്ന് പറയുന്നത്. അതായത്
ഈശ്വരീയമായ ഒരു ചോദന നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ വ്യക്തിഗതമായ അഹങ്കാരത്തിൻ്റെ പ്രചോദനങ്ങളും നമ്മളിൽ നിന്ന് ഉത്ഭവിക്കുമ്പോൾ ഈ രണ്ട് ചോദനകളും, വ്യക്തിഗതമായ അഹങ്കാരവും ഈശ്വരീയമായിട്ടുള്ള പ്രേരണകളും രണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് ഒരർത്ഥത്തിൽ ജീവിത സംഘർഷമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വ്യക്തിഗതമായതിനെ പരിത്യജിക്കണം, ഈശ്വരീയമായതിനെ അനുവദിക്കണം. അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഭക്തിയുടെ ഒരു ലക്ഷണം. അപ്പോൾ ഏതാണോ ശാശ്വതമായ ഒരു പ്രേരണ നമ്മളിലേക്ക് വരുന്നത്, ആ പ്രേരണയ്ക്ക് നമ്മൾ വിട്ടുകൊടുക്കുക. ഒരു നദിക്ക് പ്രതികൂലമായിട്ട് നീന്തുന്നതും അനുകൂലമായിട്ട് നീന്തുന്നതും പോലെയുള്ള ഒരു പ്രക്രിയയാണത്. ഈശ്വരീയമായ ചോദനകൾക്ക് വശംവദമായി കൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം നദിക്ക് അനുകൂലമായിട്ട് നീന്തുന്ന അല്ലെങ്കിൽ ഒഴുകുന്ന ഒരു വ്യക്തിയുടെ ജീവിതം പോലെയാണ്. അവിടെ സുഗമത കൂടുതലായിരിക്കും. എന്നാൽ പ്രതികൂലമായിട്ട് നീന്തുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഏറ്റുമുട്ടലുകളും ഫൈറ്റും നമുക്ക് ആവശ്യമുണ്ട്. ചിലപ്പോൾ നമ്മൾ പരാജയപ്പെടാം, ചിലപ്പോൾ നമ്മൾ കൂടുതൽ അപകടത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് കൽപ്പിച്ച പോലെ വരും എന്ന് നനച്ച് കണ്ടിട്ട്, ഈ നനയ്ക്കുക എന്നത് ആഴത്തിലുള്ള വിചാരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ഭാവമാണ് നനയ്ക്കുക എന്നുള്ളത്. നനച്ച് കണ്ടിട്ട്, നനയ്ക്കണം, നനച്ചു നോക്കണം. വെറുതെ വിശ്വസിക്കാനൊന്നും പറയുകയല്ല ഗുരു. വിശ്വാസത്തെ വളർത്തിയെടുക്കുന്നതല്ല, നമ്മളുടെ ശ്രവണ മനന നിധിധ്യാസനങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ബോധ്യമാണ് പറയുന്നത്. ആ ബോധ്യത്തിലാണ് നമുക്ക് ഈശ്വരനില് അർപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. കൽപ്പിച്ച പോലെ വരും എന്നുള്ള ബോധത്തിലേക്ക്, അതൊരു ബോധ്യം കൂടിയാണ്, ഒരു കൺവിക്ഷൻ കൂടിയാണ്, നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ജീവിതം മാത്രമല്ല, ഈ പ്രപഞ്ച സംവിധാനം മുഴുവനും നിലനിൽക്കുന്നത് ആ കൽപ്പനയിലാണ്. ഒരു ഡാറ്റ, ഒരു യൂണിവേഴ്സൽ ഡാറ്റ പ്രവർത്തിക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ പ്രവർത്തനത്തിൽ. നമ്മളും ഈ പ്രാപഞ്ചികതയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിവാണ് ഉണ്ടായി വരേണ്ടത്. മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തുമൊരു ദേവതയിങ്കൽ നിന്നൻ പിണ്ടത്തിനമൃതു നൽകി വളർത്ത ശംഭു. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ രഹസ്യത്തെ കാവ്യാത്മകമായിട്ട് ഗുരു അവതരിപ്പിക്കുകയാണ്. പഞ്ചഭൂതങ്ങളെ എണ്ണിപ്പിടിക്കുക എന്ന് പറയുന്നതിൽ ഒരു സൃഷ്ടിയുടെ പിന്നിലിരിക്കുന്ന സർവ്വരഹസ്യങ്ങളെയും ഗുരു അതിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്കറിഞ്ഞുകൂടാ എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മളായിട്ട് ജനിച്ചതെന്ന്. നമ്മുടെ പിന്നിലിരിക്കുന്ന വൈശിഷ്ട്യങ്ങളും പ്രത്യേകതകളും ഒക്കെ എന്തുകൊണ്ടാണ് ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള വ്യക്തിവിശേഷങ്ങളുള്ളതായിട്ട് നമുക്കറിയാം. അതൊക്കെ ഈശ്വരൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഓരോരുത്തരെയും വ്യത്യസ്തരാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ അറിഞ്ഞുകൂടാത്ത ഒരു മേഖലയുണ്ട്. ഇത് ഗഹന കർമ്മണോ ഗതിഹി എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. കർമ്മത്തിന്റെ ഗതി വളരെ ഗഹനമാണ്. ഗഹനം എന്ന വാക്കിന് നമ്മളുടെ സാമാന്യ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ഒരു ഗണന, ആ ഗണന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഈശ്വരൻ അറിയാം. നമ്മേക്കാൾ നന്നായി നമ്മെ അറിയുന്ന ആ ശക്തിവിശേഷത്തിന്റെ പേരാണ് ഈശ്വരൻ. നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നതിന് പരിമിതിയുണ്ട്. കാരണം നമ്മളിലെ ഉപരിപ്ലവമായ ചില ഘടകങ്ങൾ മാത്രമാണ് നമുക്കറിയുള്ളൂ. ആഴത്തിലുള്ള നമ്മളുടെ സൃഷ്ടിയുടെ രഹസ്യങ്ങളെക്കുറിച്ചും നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എണ്ണിപ്പിടിച്ച് അറയിലിട്ട് എരിയും കൊളുത്തി, അറയിൽ എന്ന് വെച്ചാൽ ഗർഭപാത്രത്തിലിട്ട് എരി കൊളുത്തുക എന്ന് പറഞ്ഞാൽ ആ ജീവസൃഷ്ടിയുടെ സ്ഫുലിംഗത്തെ അതിൽ നിക്ഷേപിച്ച്, ഇതൊക്കെ കവിതയും ശാസ്ത്രീയതയും അധ്യാത്മബോധവും സമാസമം സന്നിവേശിപ്പിച്ചിട്ട് കൊണ്ടുള്ള ഒരു രചനയാണ്. അതുകൊണ്ട് എണ്ണിപ്പിടിച്ച്
അറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തുമൊരു ദേവതയിങ്കൽ നിന്നൻ പിണ്ടത്തിനെന്ന് അമൃത് നൽകി വളർത്ത ശംഭു. അവിടെയും നമ്മള് മൃത്യുവിനെ എറിഞ്ഞിട്ട് കൊടുക്കാതെ ജീവിതത്തിലേക്ക് പരിപോഷിപ്പിച്ചു കൊണ്ടുവന്ന ആ ശക്തിവിശേഷത്തിന് കൃതജ്ഞതയും നന്ദിയും ഉള്ളവനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കല്ലിനകത്ത് കുടിവാഴും ഒരൽപ്പജന്തു ഒന്നല്ല നിന്റെ കൃപയിന്നറിയിച്ചിടുന്നു. അല്ലിക്കുടത്തിലമരുന്ന അമരേന്ദ്രനും മറ്റെല്ലാരും ഇങ്ങിതിലിരുന്നു വളർന്നിടുന്നു. കല്ലിനകത്ത്, ഇവിടെ കല്ലിനകത്ത് കുടിവാഴും ഒരൽപ്പജന്തു എന്നുള്ളതാണ് പ്രധാനം. ഒരു സൂക്ഷ്മജീവി, ഏറ്റവും ചെറിയ ജീവി. അനുകമ്പാദശകത്തിൽ ഗുരു പറയുന്നത് പോലെ ഒരു പീഡ എറുമ്പിനും വരുത്തരുത്. ഒരു ഉറുമ്പിനെ എടുത്തിട്ട്, ഒരു ഉറുമ്പ് ആണ് ഇവിടത്തെ ഗുരു മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ജീവി. നമ്മൾ മനുഷ്യന്റെ പരിഗണനകൾക്കൊക്കെ അപ്പുറത്ത് ഗുരുവിന്റെ പരിഗണനയിൽ ചെറുജീവികളും മൈക്രോബുകൾ പോലെയുള്ള സൂക്ഷ്മ അണുക്കളൊക്കെ വരുന്നുണ്ട്. ഇവയൊക്കെ ഈശ്വരന്റെ കൃപയിലാണല്ലോ വളരുന്നത്. ആ ചെറുജീവികൾ മുതൽ ഈ പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവ് വരെ എല്ലാവരും ഏതൊരു കൃപാവിശേഷത്തിലാണ് ഇവിടെ സന്തുഷ്ടരായിട്ട് ജീവിക്കുന്നത്. ആ കൃപയെ നമ്മൾ ഓർക്കണം. ഓർമ്മ നശിച്ചു പോകുന്ന ഒരു കാലമാണല്ലോ. നമ്മൾ നല്ലത് നമ്മളോട് ആരെങ്കിലും ചെയ്താൽ നമ്മൾ മറന്നു പോകുന്നുണ്ട്. പക്ഷെ ആരെങ്കിലും നമ്മളോട് ഇത്തിരി വേദനപ്പെടുത്തുന്ന സംഗതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഓർമ്മിച്ചിരിക്കുകയും ചെയ്യും. സദാചാരം എന്ന കൃതി ഗുരു പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം. നമ്മൾ നല്ല കാര്യങ്ങൾ ഓർമ്മിക്കാൻ പഠിക്കണം. ഈ ഓർമ്മ തന്നെയാണ് കൃതജ്ഞതയുടെ ലക്ഷണമായിട്ട് മാറുന്നത്, നന്ദിയുടെ ലക്ഷണമായിട്ട് മാറുന്നത്. ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ, എന്തൊന്നുകൊണ്ടിതു വളർന്നതഹോ വിചിത്രം. എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ല, അതിനു നീ അരുളീടു ശംഭോ. ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരീയമായ ഒരു ലീലയായിട്ട്, ഒരു കളിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളുടെ അജ്ഞാനത്തെ നീക്കാനായിട്ട് വേറൊന്നും വേണ്ട. ജീവിതത്തെ മുഴുവനും ഒരു ഗെയിമിന് സദൃശമായിട്ട് സമാനമായിട്ട് സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം. അതെങ്ങനെയാണ് പഠിക്കാൻ കഴിയുന്നത്? ഈ പ്രപഞ്ചം ഈശ്വരന്റെ ഒരു ഗംഭീര ലീലയായിട്ട് മാത്രം മനസ്സിലാക്കുക. നമ്മൾ ഒരുപാട് ഗൗരവശാലികളായിട്ട് മാറരുത്. ജീവിതത്തെക്കുറിച്ച് ഗൗരവശാലികളാകുമ്പോൾ പിടിവാശികൾ ധാരാളം ഉണ്ടാകും. എല്ലാ പിടിവാശികൾക്ക് പിന്നിലും അഹങ്കാരത്തിന്റെ ശക്തമായിട്ടുള്ള ഹസ്തങ്ങളുണ്ട്. അപ്പൊ അഹങ്കാരത്തിന്റെ പിടിയിൽ നിന്നും നമ്മളെ വിടിവിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് എൻ തമ്പുരാന്റെ കളിയൊക്കെ, എൻ തമ്പുരാന്റെ കളിയാണ് ഇതെല്ലാം എന്ന് അറിയണം. അപ്പോഴാണ് നമ്മുടെ അജ്ഞാനം മാറുകയുള്ളൂ. അത് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗർഭാശയത്തിൽ ജീവിക്കുന്ന കാലത്ത് നമുക്ക് ബന്ധുക്കളില്ല. ആരാണ് ബന്ധു? ഗർഭാശയത്തില് അമ്മയ്ക്ക് പോലും അറിയില്ല കുഞ്ഞിന്റെ ഇഷ്ടം എന്താണെന്ന്, അനിഷ്ടം എന്താണെന്ന്. കുഞ്ഞിന് എന്താണ് വേണ്ടതെന്നും വേണ്ടാത്തതെന്നും തീരുമാനിക്കാനായിട്ട് അമ്മയ്ക്ക് പോലും കഴിയാതിരിക്കുന്ന ഒരു കാലം. അവിടെ ആരാണ് ബന്ധു? ആരാണ് നമുക്ക് ബലം? ആരാണ് ധനം? ഇതൊക്കെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ പൊൻതമ്പുരാന്റെ കളി ഒക്കെ ഇതെന്ന് മനസ്സിലാക്കണം. പൊൻതമ്പുരാൻ എന്ന് വിളിക്കുമ്പോ ആ തമ്പുരാനോട് നമുക്ക് ഉള്ള ഒരു പ്രീതി വിശേഷം അത് നമ്മുടെ അകത്ത് ഇരിക്കണം. അത് ഗുരു എപ്പോഴും ഈശ്വരനോട് കാണിക്കുന്നില്ല. ഈശ്വരൻ നമ്മൾക്ക് അകലെയല്ല, ഏറ്റവും അടുത്താണ്. നമ്മളുടെ സ്വരൂപമായി തന്നെ ഇരിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ. ആത്മാവ് തന്നെയാണ് ഈശ്വരൻ. ഞാൻ എന്ന് ഓരോരുത്തരും വ്യവഹരിക്കുന്ന ആ ബോധമുണ്ടല്ലോ, ആ ബോധമാണ് ഈശ്വരൻ എന്ന് പഠിപ്പിക്കുകയാണ്. ആ ബോധത്തെ ആത്മോപദേശ ശതകത്തില് ഈ അരുമയെ ആരറിയുന്നഹോ വിചിത്രം എന്ന് ഗുരു പറയുന്നുണ്ട്. അരുമയായിട്ട് പറയാണ്. അരുമ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മിത്രത്തെ സംബോധന ചെയ്യുന്നത് പോലെയാണ്. അതുപോലെ സംബോധന ചെയ്യുകയാണ് ഇവിടെ. എൻ തമ്പുരാന്റെ
എൻ്റെ തമ്പുരാന്റെ കളിയാണിതെല്ലാം എന്നറിയണം. 5-ാമത്തെ ശ്ലോകം. 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വെച്ച് കാലന്റെ കയ്യിലണയാതെ വളർത്തി നീയേ. കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്ന് ഞാൻ അക്കാലം നനച്ചു കരയുന്നിതു കേൾക്ക ശംഭോ. 4-5 മാസം. 4-5 മാസം എന്ന വാക്കിന് അർത്ഥം 9 മാസം എന്നാണ്. 4ഉം 5ഉം മാസം ചേരുമ്പോൾ ഈ 2 ഘട്ടങ്ങള് ഒരു ഗർഭസ്ഥ ശിശുവിന്റെ 4 മാസം കഴിയുമ്പോൾ ഒരു ഘട്ടം, പിന്നെ 5 മാസത്തിന്റെ ഒരു ഘട്ടം. ഇങ്ങനെ ഗുരു തിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഉപനിഷത്തുകളില് പറയുന്നുണ്ട്, ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭാശയത്തില് ഉണ്ടായി. ആ ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞിൽ ജീവപ്രവേശം ഉണ്ടാകുന്നത് 4 മാസം കഴിയുമ്പോഴാണ്. അപ്പോഴാണ് ജീവപ്രവേശം ഉണ്ടാകുന്നത്. അപ്പോൾ ജീവപ്രവേശം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ശാസ്ത്രീയതയെ കുറിച്ചൊക്കെ ആധുനിക ശാസ്ത്രം പറയുന്നതിനോട് സമാനമായിട്ടുള്ള ചില തത്വങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പൊ 2 തരത്തിൽ നമുക്ക് ജീവനെ മനസ്സിലാക്കാം. ഒന്ന്, നമുക്ക് അമ്മയുടെ അണ്ഡവും അച്ഛന്റെ രേതസ്സും കലരുന്ന സമയത്ത് തന്നെ അതൊരു ഏകകോശ ജീവിയായി മാറുന്നതായിട്ട് നമുക്കറിയാം. ആ ഏകകോശ ജീവിയിൽ ഇരിക്കുന്നത് ബയോളജിക്കൽ ലൈഫാണ്. അത് ജൈവികമായ ഒരു സത്ത അതിലുണ്ട്. പക്ഷേ ആ ജീവന് ഒരു ജീവിതം മുഴുവൻ ജീവിക്കേണ്ടുന്ന ഡാറ്റ, അത് ജീവൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വേദാന്തത്തിന്റെ സംജ്ഞയിൽ ജീവൻ എന്ന് പറയുന്നതും ബയോളജിയുടെ സംജ്ഞയില് ജീവൻ എന്ന് പറയുന്നതും രണ്ടാണ്. ബയോളജിക്കൽ ലൈഫ് എപ്പോഴും എല്ലാറ്റിലും ഉണ്ട്. ബയോളജി പ്രകാരമുള്ള ലൈഫ് എന്ന് പറയുന്ന ഫാക്ടർ എല്ലാറ്റിലുമുണ്ട്. പക്ഷേ ഓരോ ജീവിയും ജീവിക്കേണ്ടുന്ന ആ ജീവിതത്തിന്റെ കർമ്മ സ്വഭാവങ്ങളെ നിർണയിക്കുന്ന ഒരു ജീവത്വം, ആ ജീവാത്മ സ്വഭാവം ആ ജീവിയിലേക്ക് നിവേശിപ്പിക്കുന്നത് 4 മാസം എത്തുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒരു തത്വം ഗർഭോപനിഷത്ത് പോലുള്ളതെല്ലാം പറയുന്നുണ്ട്. അത് ഋഷിമാരുടെ ദീർഘകാല നിരീക്ഷണങ്ങളിൽ നിന്നൊക്കെ അവർ കണ്ടെത്തിയിട്ടുള്ളത് ആയിരിക്കാം. അതുകൊണ്ട് നമുക്കത് ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിലൂടെയും നോക്കി ഏതാണ് സ്വീകാര്യം എന്നതെന്ന് വെച്ചാൽ മനസ്സിലാക്കാം. ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് 4 ശ്ലോകങ്ങളാണ്. 6 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങൾ. പിണ്ടനന്ദിയിൽ 9 ശ്ലോകങ്ങളാണ്. 9 ശ്ലോകങ്ങളുള്ള കൃതികൾ, ഗുരുവിന്റെ കൃതികളിലെ ജനനി, നവരത്നമഞ്ജരി, പിണ്ടനന്ദി പോലുള്ള 9 ശ്ലോകങ്ങളാണ്. നമുക്ക് 6-ാമത്തെ ശ്ലോകം പഠിക്കാം. രേതസ്സു തന്നെയിതു രക്തമൊടും കലർന്ന് നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്നേൻ. മാതാവുമില്ലവിടെയെന്ന് പിതാവുമില്ലൻ താതൻ വളർത്തിയവനാണിവനിന്നു ശംഭോ. രേതസ്സു തന്നെ ഇത്. രേതസ് എന്നതിന് പുരുഷ ബീജത്തിന്റെ ശബ്ദമാണ് രേതസ്. അച്ഛനിൽ നിന്ന് ഉത്ഭവിക്കുന്ന രേതസ് രക്തവുമായിട്ട് കലരുന്നു. രക്തം എന്നത് അമ്മയുടെ അണ്ഡവുമായിട്ട് ചേരാം. അങ്ങനെയാണ് ഒരു പ്രജ ജനിക്കുന്നത്. ഗർഭാശയത്തിലൊരു പ്രജ ജനിക്കുന്നത് അമ്മയുടെ അണ്ഡവും അച്ഛന്റെ ബീജവും കലർന്നിട്ടാണ്. എന്നിട്ട് അതിൽ നാദം തിരണ്ട്, അതിലേക്ക് നാദം, പ്രണവം അതിലേക്ക് തിരളുന്നു എന്ന് വെച്ചാൽ അതിലേക്ക് പ്രവേശിക്കുന്നു. നാദം തിരണ്ട് ഉരുവതായി, അങ്ങനെ അതൊരു പിണ്ഡമായിട്ട്, ഉരുവായിട്ട്, രൂപമായിട്ട്, ഉരു എന്ന് പറഞ്ഞ രൂപം ഒരു ജീവരൂപമായിട്ട് മാറുകയാണ്. അപ്പോൾ 2 കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അമ്മയുടെ അണ്ഡവും അച്ഛന്റെ രേതസ്സും. ഗുരു അതിനെ രക്തമെന്നും രേതസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രക്തവും കലർന്നിട്ട് കലരുന്ന സമയത്ത് തന്നെ അതിലേക്ക്
നാദം തിരളുന്നുണ്ട്. നാദം എന്നത് പ്രണവമാണ്. പ്രണവം എന്നത് ഈശ്വര സ്വരൂപം തന്നെയാണ്. പ്രണവം എന്നത് ഈശ്വര സ്വരൂപം. അത് നാദരൂപത്തിലാണ് ഒരു ജീവനിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നത്. എന്നിട്ടാണ് ഒരു ജീവരൂപം ഉണ്ടാകുന്നത്. അമ്മയുടെ ഗർഭാശയത്തിൽ ഒരു ജീവരൂപം ഉണ്ടാകുന്നത്. നടുവിൽ കിടന്നേൻ. നടുവിൽ എന്നാൽ അമ്മയുടെ ഗർഭാശയത്തില് നടുവിലായിട്ട് കിടക്കുന്നു, ഒരു ചെറിയ പിണ്ഡമായിട്ട്. അന്നവിടെ ആ സമയത്ത് അവിടെ ആ ഗർഭാശയത്തില് എന്ത് മാതാവുമില്ല പിതാവുമില്ല. അവിടെ മാതാവുമില്ല പിതാവുമില്ല. കുഞ്ഞിനെ നോക്കാനായിട്ട് മാതാവില്ല. ആ ഗർഭാശയത്തിൽ ആരും തന്നെയില്ല. അമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്നു എന്നതുകൊണ്ട് അമ്മയ്ക്ക് ഓണർഷിപ്പ് പോലുമില്ല. ഗർഭാശയത്തിലേക്ക് കൊണ്ടുവന്നതും ഗർഭാശയത്തിൽ ജനിപ്പിച്ചതും ഗർഭാശയത്തിൽ വളർത്തുന്നതൊക്കെ ഒരു ഈശ്വര ശക്തിയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഗുരു ചെയ്യുന്നത്. വാസ്തവത്തില് അച്ഛനും അമ്മയൊക്കെ കുഞ്ഞ് പുറത്തു വന്നതിന് ശേഷം മാത്രം, ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്നത് വരെ ഈ ബീജപിണ്ഡം ഗർഭാശയത്തിൽ വളരുന്നത് ആരുടെ ഒരു കരുതൽ കൊണ്ടാണ്, കൃപ കൊണ്ടാണെന്ന് ഓർമ്മപ്പെടുത്താണ്. അന്നവിടെ മാതാവുമില്ല പിതാവുമില്ല ശംഭോ. ഇന്ന് ഇവൻ എൻ താതൻ വളർത്തിയവനാണ്. ഇന്നിവിടെ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ ഓർക്കേണ്ട ഒരു കാര്യം, എന്നെ വളർത്തിയത്, എന്നെ ജനിപ്പിച്ചത്, വളർത്തിയത് ഒക്കെ പരമപിതാവായ ഈശ്വരനാണ് എന്ന് ഓർക്കണം എന്ന് ഗുരു എല്ലാവരോടും പറയാണ്. നമ്മൾ സാധാരണ നമ്മളുടെ അച്ഛനെയും അമ്മയെയും കുറിച്ച് പറയുമ്പോൾ അച്ഛൻ സ്രഷ്ടാവായിട്ടും അമ്മയെയും സഹസ്രഷ്ടാവായിട്ടും നമ്മൾ കരുതുകയാണ് ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ അതൊരു സാധാരണ വീക്ഷണമാണ്. അമ്മയ്ക്കോ അച്ഛനോ ഒന്നും ഒരു സൃഷ്ടിയെയും ചെയ്യാൻ ഈ പ്രപഞ്ചത്തിൽ പറ്റില്ല. ഈശ്വരന്റെ സൃഷ്ടികളാണ് നമ്മളെല്ലാവരും. ഈശ്വര സൃഷ്ടികളായിരിക്കുന്ന നമ്മൾക്ക് ഒരു വാഹനം എന്ന രീതിയിലാണ് അമ്മ ആദ്യമായിട്ട് നമ്മുടെ അടുത്ത് വരുന്നത് തന്നെ. അമ്മയുടെ ധർമ്മം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ജനിപ്പിക്കുന്ന ഒരു വാഹനം മാത്രമാണ് അമ്മ. അമ്മയിലൂടെ ജനിക്കുന്നു, അമ്മ പരിപോഷിപ്പിക്കുന്നു, അമ്മ വളർത്തുന്നു. അതുകൊണ്ട് തന്നെ ആ അമ്മയില് ഒരു മാതൃഭാവം ഈശ്വരൻ വെച്ചിട്ടുണ്ട്. മാതൃത്വം എന്ന് പറയും. ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കുക എന്ന ധർമ്മം ആ അമ്മയിലുണ്ട്. അമ്മ യഥാർത്ഥത്തില് ആ കുഞ്ഞിനെ വളർത്തുന്ന വളർത്തമ്മയാണ്. അച്ഛൻ വളർത്തച്ഛനാണ്. യഥാർത്ഥ പിതാവ് ആരെന്ന് ചോദിക്കുമ്പോൾ, യഥാർത്ഥ മാതാവ് ആരെന്ന് ചോദിക്കുമ്പോൾ ഈശ്വരനാണ് നമ്മുടെ പിതാവും മാതാവും. പരമപിതാവായിരിക്കുന്ന ഈശ്വരൻ മാത്രമാണ് നമ്മളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് കൊണ്ടുവരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ പ്രപഞ്ച സൃഷ്ടികളിലെല്ലാം ഈശ്വരന്റെ കരുതലിലാണ് വളരുന്നത്. എല്ലാം നമ്മുടെ അച്ഛനും അമ്മയും ഈശ്വര സൃഷ്ടിയാണ്. ഈശ്വരന്റെ കരുതലിലാണ് അവരും വളർന്നിട്ടുള്ളത്. നമ്മളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഓർക്കണം, എല്ലാം ഓർക്കണം. ഇത് ഓർക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഈശ്വരനോട് കൃതജ്ഞത വരുന്നത്, നന്ദി തോന്നുന്ന നിമിഷം ഉണ്ടാകുന്നത്. നമ്മളുടെ ഈ ശ്വാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ശ്വസിക്കുന്ന ഈ ശ്വാസം ഈ മൂക്കിന്റെ അറ്റത്ത് ഇവിടെ വന്ന് നിൽക്കുകയാണ്. നമുക്കത് അകത്തേക്ക് വലിക്കാൻ പറ്റും. പക്ഷെ ഈ ശ്വാസം ഇവിടെ നിന്ന് വലിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിലോ ആ വ്യക്തി എത്രമാത്രം വിമ്മിട്ടപ്പെടുമെന്നറിയാമോ? അത്രമാത്രം ഒത്തിരി ശ്വാസം നമുക്ക് കിട്ടുന്നില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് ആസ്മ രോഗികളോട് നിങ്ങൾ ചോദിച്ചാൽ മതി. അവർക്ക് ശ്വസിക്കാനുള്ള ശ്വാസം കിട്ടാതെ വരുമ്പോൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നു, അവര് വിമ്മിട്ടപ്പെടുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ. അപ്പോ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ശ്വസിക്കാനുള്ള വായു, അതാണല്ലോ ഏറ്റവും പ്രധാനം. നമ്മുടെ ആവശ്യങ്ങളിൽ കുടിക്കാനുള്ള വെള്ളത്തിനേക്കാളും പ്രധാനം ശ്വസിക്കാനുള്ള വായുവാണ്. കുടിക്കാനുള്ള വെള്ളം മഴയായും ജലാശയങ്ങളിലെ വെള്ളമായിട്ടൊക്കെ നമുക്ക് കരുതലായിട്ട് ശേഖരിച്ചു വെച്ചിട്ടാണ് ഈശ്വരൻ നമ്മളെ ഈ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവരുന്നത്.
അതുപോലെ വയലേലകളിലും വൃക്ഷത്തലപ്പുകളിലൊക്കെ വളരുന്ന ഫലങ്ങളും കായ്കനികളും ധാന്യങ്ങളും ഒക്കെ നമുക്ക് കരുതലായിട്ട് ഇവിടെ സൃഷ്ടിച്ചതിന് ശേഷമാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണവും പോഷണവും ഒക്കെ ഇവിടെയുണ്ട്. എല്ലാം നമുക്ക് കരുതലാക്കി വെച്ചുകൊണ്ട് ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ചു കൊണ്ടുവരുന്നു. അപ്പോ ഈശ്വര സൃഷ്ടിയുടെ ഒരു സ്വഭാവം ഗുരു പറയാണ്. നമ്മൾ സാധാരണ കരുതുന്നത് അമ്മയെയും അച്ഛനെയുമാണ് സൃഷ്ടാവായിട്ട് കരുതുന്നത്. അതിലൂടെ നമ്മൾ വിസ്മരിക്കുന്ന ഒരു സത്യം ഈശ്വരനെ വിസ്മരിക്കുന്നു എന്നതാണ്. അപ്പോൾ ആ ഈശ്വര വിസ്മരണം ഇല്ലാതാക്കാനാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മനോഹരമായ ശ്ലോകം ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ഗുരു. മാത്രമല്ല, മഹാത്മാക്കൾ ഒരു കുഞ്ഞിനെ വളർത്തുന്ന സമയത്ത് നമ്മളെ ബോധിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, അമ്മയായാലും അച്ഛനായാലും ആ കുഞ്ഞിനെ വളർത്തേണ്ടത് ഈശ്വരൻ തനിക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഗിഫ്റ്റാണ്, ഒരു സൃഷ്ടിയാണ് ഈശ്വരൻ എന്ന് ഓർമ്മിച്ചുകൊണ്ട് വേണം ഒരു കുഞ്ഞിനെ വളർത്താനായിട്ട്. ഖലീൽ ജിബ്രാനെ പോലെയുള്ള വളരെ ദാർശനികരായിട്ടുള്ള കവികൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഖലീൽ ജിബ്രാന്റെ പ്രൊഫറ്റ് എന്ന് പറയുന്ന, പ്രവാചകൻ എന്ന് പറയുന്ന കൃതിയിൽ അൽ മുസ്തഫ എന്ന ഒരു പ്രവാചകന്റെ അടുത്ത് ഒരു സ്ത്രീ വന്നിട്ട്, ഒരു കൈക്കുഞ്ഞുമായിട്ടൊരു സ്ത്രീ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട് അൽ മുസ്തഫയോട്, കുഞ്ഞുങ്ങളെ കുറിച്ച് അങ്ങ് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കുറിച്ച് പറയാൻ പറയും. അപ്പോ അൽ മുസ്തഫ, പ്രവാചകനായിട്ടുള്ള അൽ മുസ്തഫ പറയുന്നത്, ആദ്യം തന്നെ പറയുന്നത്, യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ എന്നാണ്. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതല്ല. ആ പ്രവാചകന്റെ വചനം അതാണ്. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതല്ല. ദേ ആർ ദ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ലൈഫ്സ് ലോങ്ങിങ് ഫോർ ഇറ്റ് സെൽഫ്. അവര്, ആ കുട്ടികള്, ആൺകുട്ടികളും പെൺകുട്ടികളും ജീവന്റെ പുനഃസൃഷ്ടിക്കായിട്ടുള്ള ആഗ്രഹത്തിന്റെ ഫലമായിട്ട് വന്നിട്ടുള്ളതാണ്. ലൈഫ്സ് ലോങ്ങിങ് ഫോർ ഇറ്റ് സെൽഫ്. ലോങ്ങിങ് എന്ന് വെച്ചാൽ അഭിലാഷം, ആഗ്രഹം. ആ ആഗ്രഹത്തിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. ജീവന്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ദേ കെയിം ത്രൂ യു. അവര് നിങ്ങളിലൂടെയാണ് വന്നിട്ടുള്ളത്. ആ അമ്മയോട് പറയാണ്, ആ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോ, അവർ നിങ്ങളിലൂടെയാണ് വന്നിട്ടുള്ളത്. ബട്ട് നോട്ട് ഫ്രം യു. നിങ്ങളിൽ നിന്നല്ല എന്നോർക്കണം. നിങ്ങളിൽ നിന്നല്ല വന്നിട്ടുള്ളത്, നിങ്ങളിലൂടെയാണ് വന്നിട്ടുള്ളത്. ഇത് മനോഹരമായ ഒരു വാക്യമാണ്. ഒന്ന്, ഓരോ കുഞ്ഞും വന്നിട്ടുള്ളത് ദൈവത്തിൽ നിന്നാണ്, പക്ഷെ അത് അമ്മയിലൂടെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഈശ്വരനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദോ ദേ ആർ വിത്ത് യു. അവര് നിങ്ങളോടൊപ്പമാണ് ജീവിക്കുന്നത് എങ്കിലും യെറ്റ് ദേ ബിലോങ് നോട്ട് ടു യു. അവര് നിങ്ങളുടേതല്ല. ഇത് ആധുനിക എഡ്യൂക്കേഷന്റെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും നല്ലവണ്ണം അച്ഛനമ്മമാർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നങ്ങളല്ല കുട്ടികളുടെ ജീവിതമായിട്ട് മാറേണ്ടത്. നമ്മൾ അച്ഛനമ്മമാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കുട്ടികളെ വളർത്തുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. അവര് നിങ്ങളുടെ കൂടെ ജീവിക്കുന്നു എന്നതുകൊണ്ട് അവർ നിങ്ങളുടേതാണെന്ന് വിചാരിക്കരുത്. അവര് ഈശ്വരൻ്റെതാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഓരോ കുഞ്ഞിൻ്റെയും ഉള്ളിലെ ജീവവാസനകൾ ഈശ്വരൻ അവരിൽ നിക്ഷേപിച്ചിട്ടുള്ളതാണ്. അവരെന്തായി തീരണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഈശ്വരനാണ്. അവരുടെ ജീവിതത്തിന്റെ ഗതിയെ നിർണയിക്കാൻ നമ്മളല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അത് അവരുടെ തീരുമാനത്തെ പുറത്തേക്ക് വരാൻ അനുവദിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നല്ല ഒരു പാരന്റിങ് എന്ന് പറയുന്നത് പോലും അതാണ് എന്നുകൂടി ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ തത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തണമെന്ന് കൂടി ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 7-ാമത്തെ ശ്ലോകം.
അന്നുള്ള വേദന മറന്നത് നന്ന്, ഉണർന്നാൽ ഇന്നിങ്ങു തെന്നെരിയിൽ വീണു മരിക്കുമയ്യോ. പൊന്നപ്പനന്ന് പൊറിവാതിലൊരഞ്ചുമിട്ടു തന്നിട്ടു തന്നെ, ഇതുമിന്നറിയുന്നു ശംഭോ. അന്നുള്ള വേദന മറന്നത് നന്ന്, ഉണർന്നാൽ ഇന്നിങ്ങു തെന്നെരിയിൽ വീണു മരിക്കുമയ്യോ. പൊന്നപ്പനന്ന് പൊറിവാതിലൊരഞ്ചുമിട്ടു തന്നിട്ടു തന്നെ, ഇതുമിന്നറിയുന്നു ശംഭോ. ഈ ശ്ലോകം വളരെ നിഗൂഢമാണ്. നിരവധി ഗുപ്തമായ അർത്ഥങ്ങൾ, മിസ്റ്റീരിയസ് മീനിങ് എന്ന് പറയാം, ഇതിലേക്ക് ഗുരു കൊണ്ടുവന്നിട്ടുണ്ട്. അന്നുള്ള വേദന, ഗർഭാശയത്തിൽ കിടക്കുന്ന കാലത്തുള്ള വേദന മറന്നു, ജനിച്ചതിന് ശേഷം മറന്നുപോയി. അത് നല്ലതായ അന്നത്തെ വേദന. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന കാലത്ത്, ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന കാലത്ത് വേദനകൾ ഉണ്ടെന്നുള്ളത് ഇപ്പൊ നമുക്ക് ഓർമ്മയിൽ വരുന്നില്ലല്ലോ. അതൊരു അനുഗ്രഹമാണ്. പക്ഷേ ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന കാലത്ത് കുട്ടികൾക്ക് ഒട്ടേറെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട് എന്ന് ഗുരുവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഉണർന്നാൽ, ആ വേദനകളുടെ ഓർമ്മകൾ ഉണർന്നാൽ, ഇപ്പോ ഈ നിമിഷത്തില് നരകത്തിന്റെ എരിയിൽ വീണ് മരിക്കും. അതുപോലത്തെ വേദനകള്, കഷ്ടതകള് നമ്മൾ ഗർഭാശയത്തിൽ അനുഭവിക്കുന്നുണ്ട്. പൊന്നപ്പൻ അന്ന് പൊറിവാതിലൊരഞ്ചുമിട്ട് തന്നിട്ടു തന്നെ. പൊന്നപ്പൻ എന്ന് പറയുന്നത് ഈശ്വരൻ, സർവേശ്വരൻ തന്നെയാണ് പൊന്നപ്പൻ. അപ്പൻ എന്ന് പറയുന്നത് പിതാവ്. പൊന്നപ്പൻ എന്ന് പറയുന്നത് അമൂല്യതയെ കൽപ്പിക്കുന്നതാണ്. പൊന്ന് എന്ന് പറയുന്നത് വളരെ മൂല്യവത്തായിട്ടുള്ള ഒന്നാണ്. നമുക്ക് ഏറ്റവും പ്രിയം തോന്നുന്ന, മൂല്യം തോന്നുന്ന ഒന്നിനോട് നമ്മൾ പറയുന്ന പദമാണ് പൊന്നപ്പൻ. പൊന്ന് അപ്പൻ. ഈ പൊന്നപ്പൻ എന്നത് ഗുരുവിന്റെ തനതായിട്ടുള്ള ഒരു ഭാഷാ സവിശേഷതയാണ്. പൊന്നപ്പൻ എന്ന് ഈശ്വരനെ നാമകരണം ചെയ്തിരിക്കുന്നതിലൂടെ ആ പൊന്നപ്പൻ നമുക്ക് പൊറി എന്നതിന് തമിഴില് ഉള്ള പദമാണ് പൊറി. പൊരി എന്നാണ് മലയാളത്തിൽ തന്നെ പറയാം. പൊരി, തീയിന്റെ പൊരി എന്ന് കേട്ടിട്ടില്ലേ? തീപ്പൊരി. പൊരി എന്ന് പറയുന്നത് തീ എന്നാണ് അർത്ഥം. ഈ പൊരിവാതിൽ, തീയിൻ്റെതായിട്ടുള്ള വാതിൽ, അഗ്നിയുടെ വാതിൽ 5 ഇട്ട് തന്നിട്ടുണ്ട്. ഈ പൊരിവാതിൽ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് 5 ജ്ഞാനേന്ദ്രിയങ്ങളെയാണ്, അറിവിനെയാണ് പൊരി എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൊരി എന്ന വാക്കിന് അഗ്നി എന്നാണ് അർത്ഥമെങ്കിലും ആ പൊരി എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ജ്ഞാനത്തിന്റെ അഗ്നിയാണ്. ഈ ജ്ഞാന അഗ്നിയാണ് 5 ഇന്ദ്രിയങ്ങളിലൂടെ, 5 വാതിലുകളാകുന്ന ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തു വന്ന് നമുക്ക് വിഷയങ്ങളെ അനുഭവിക്കാനായിട്ട് സഹായിക്കുന്നത്. കണ്ണിലൂടെ കാഴ്ചയായും, കാതിലൂടെ ശബ്ദമായും, മൂക്കിലൂടെ ഘ്രാണമായും, ത്വക്കിലൂടെ സ്പർശമായും, നാക്കിലൂടെ രുചിയായിട്ടും നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങളെല്ലാം ഈ പൊരിവാതിലിലൂടെ, 5 വാതിലുകളിലൂടെ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഈ 5 വാതിലുകൾ ഇട്ടു തന്നിട്ടാണ് സൃഷ്ടാവായിട്ടുള്ള ഈശ്വരൻ നമ്മളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ബഹിർമുഖരായിട്ടാണ് ഇപ്പോൾ പെരുമാറുന്നത്. പക്ഷേ ഗർഭാശയത്തില് നമുക്ക് കണ്ണുകൊണ്ടൊന്നും കാണാൻ കഴിയുകയില്ല. അതൊരു ഇരുട്ടറയാണത്. ആ ഇരുട്ടറയിൽ കിടക്കുന്ന കാലത്ത് ആ കുഞ്ഞിന്റെ ക്ലേശങ്ങൾക്ക് കാരണമായിരിക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്ന ലോകമോ, കാതുകൊണ്ട് കേൾക്കുന്ന ശബ്ദങ്ങളോ, മൂക്കുകൊണ്ട് മണക്കുന്ന ഘ്രാണമോ ഒന്നുമല്ല. ആ കുഞ്ഞിനെ വേദനിപ്പിച്ചത് പൂർവജന്മസ്മരണകളാണ്. ഇത് എടുത്തു പറയുന്നത് ഗർഭോപനിഷത്തിലാണ്. ഗർഭോപനിഷത്തിൽ പറയുന്നുണ്ട്, ഒരു കുഞ്ഞ് ജനിച്ച് പ്രസവത്തിന്റെ അടുത്തുള്ള കാലം, 9ാമത്തെ മാസം എത്തുമ്പോൾ ആ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് പൂർവജന്മസ്മൃതികൾ ഉണർന്നു വരാറുണ്ടത്രേ. അങ്ങനെ ആ സ്മൃതി ഉണർന്നു വരുന്ന സമയത്താണ് കുട്ടി ഏറ്റവും കൂടുതൽ അലോസരപ്പെടുന്നത്, അസ്വസ്ഥമാകുന്നത്.
അമ്മമാർക്ക് ചിലപ്പോൾ അറിയാം കുട്ടികൾ കൈകാലുകൾ ഇട്ട് അടിക്കുകയും ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഈ പൂർവ്വജന്മ സ്മൃതി ഉണ്ടാകുമ്പോഴാണ്. അന്ന് കുട്ടിക്ക് അത് വളരെ അധികം ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഗർഭോപനിഷത്തിൽ പറയുന്നത് കൊണ്ട് തന്നെ അത് നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത് കൂടിയാണ്. ആധുനിക ശാസ്ത്രത്തിന് ചിലപ്പോൾ ഇത് സ്വീകാര്യമായെന്ന് വരില്ല. കാരണം പൂർവജന്മ സ്മൃതി ഉണ്ടാകുന്നു ഗർഭസ്ഥ ശിശുവിന് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് പൂർവജന്മ സ്മൃതി ഇല്ല. ഗുരു പറയുന്നത്, ഗർഭോപനിഷത്തിൽ പറയുന്നത് ഈ പൂർവജന്മ സ്മൃതി കുഞ്ഞ് ജനിക്കുന്നതോട് കൂടിയിട്ട് നിലയ്ക്കുന്നു എന്നാണ്. ജനിക്കുന്നതോട് കൂടിയിട്ട് ആ പൂർവജന്മ സ്മൃതിയിൽ നിന്നുള്ള മോചനം ഉണ്ടാകുന്നു. പിന്നീട് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളുടെ പിടിയിലേക്ക്, ബാഹ്യ സ്വഭാവമുള്ള ജീവിതത്തിലേക്ക് നമ്മൾ വരികയാണ് ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ ഈ പൊരിവാതിൽ 5 ഇട്ട് തന്നിട്ട് ഈ ബാഹ്യ ലോകത്തേക്ക് ശ്രദ്ധ മാറ്റിക്കൊണ്ടാണ് കുഞ്ഞ് ജനിക്കുന്നത്. ആന്തരിക ലോകത്ത് ജീവിച്ചിരുന്ന കുഞ്ഞ് ബാഹ്യ ലോകത്തിലേക്ക്, സ്മൃതികളുടെ ഓർമ്മകളുടെ ലോകത്തിൽ ഇരുന്ന കുഞ്ഞ് വിഷയങ്ങളുടെ ലോകത്തിലേക്ക് വരുന്നു. അതായത് കുഞ്ഞിന്റെ വാസനകളുടെ പിടിയിൽ നിന്ന് അല്ലെങ്കിൽ പൂർവജന്മ സ്മൃതിയിൽ നിന്ന് കുഞ്ഞ് വിടുതൽ നേടിയിട്ട് ബാഹ്യലോകത്തിന്റെ തലത്തിലേക്ക് ആ കുഞ്ഞ് ജനിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ തന്നെ അവിടെ ചുറ്റുപാടുകളുടെ ഊഷ്മാവിന്റെ വ്യതിയാനങ്ങൾ ആ കുഞ്ഞിന് അലോസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ബഹളങ്ങൾ, ഒച്ചകൾ ഒക്കെ ആ കുഞ്ഞിന് കേൾക്കേണ്ടി വരുന്നുണ്ട്. ബാഹ്യലോകത്തെ ശബ്ദമൊക്കെ അത് കേൾക്കുകയാണ്. ആ കുഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. ഒരർത്ഥത്തില് ശ്വാസത്തിന് വേണ്ടിയിട്ട്, പ്രാണന് വേണ്ടിയിട്ട് നിലവിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതാണ് പ്രൈമൽ സ്ക്രീം ആയിട്ട് വരുന്നത്. കുഞ്ഞിന്റെ ആദ്യ രോദനം വരുന്നത് അവിടെ നിന്നാണ്. അപ്പോ പൊന്നപ്പൻ അന്ന് പൊരുവാതിൽ 5 ഇട്ട് തന്നത് കൊണ്ട് നമുക്ക് പൂർവജന്മ സ്മൃതിയിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റി. എന്നിട്ടും മനുഷ്യൻ ഇവിടെ ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ബാഹ്യലോകവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിട്ട് പോലും നമുക്ക് ക്ലേശങ്ങൾ ഇപ്പോഴും ഉണ്ട്. എല്ലാ മനുഷ്യർക്കും ക്ലേശങ്ങൾ ധാരാളമുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, നമുക്ക് ദുരിതങ്ങളുണ്ട്. ഇതെല്ലാം മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. കർമ്മങ്ങളിലൂടെ നിരവധി കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും ഒക്കെ മനുഷ്യന് ഇവിടെ ഉണ്ട്. അത് ഒരർത്ഥത്തിൽ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ അത്ഭുതത്തെ ഗുരു സാക്കൂതം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്നുള്ള വേദന മറന്നത് നന്ന് ഉണർന്നാൽ ഇന്നിങ്ങു തന്നെ എരിയിൽ വീണു മരിക്കുമയ്യോ. എരി എന്ന് പറയുന്നത് ദുഃഖാഗ്നിയാണ്, ദുഃഖത്തിന്റെ അഗ്നിയാണ് എരി. ആ ദുഃഖത്തിന്റെ അഗ്നിയിലേക്ക് വീണ് മരിക്കും. അത് ഓർക്കാതിരിക്കുന്നത് നല്ലത്. നമ്മൾ തന്നെ ഓർത്ത് വയ്ക്കാൻ മതി. നമുക്ക് പൂർവജന്മ സ്മൃതി ഇല്ലാതിരിക്കുന്നത് എത്ര അനുഗ്രഹം. പൂർവജന്മങ്ങളില് സ്മൃതി കൂടി നമ്മൾക്ക് വരുന്നുണ്ടെങ്കിൽ ഓരോ ജന്മത്തിൽ അനുഭവിച്ച ക്ലേശങ്ങളും വേദനകളും ഒക്കെ വീണ്ടും വീണ്ടും നമ്മുടെ സ്മൃതി മണ്ഡലത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ അലോസരപ്പെടുത്തും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചില ആളുകൾക്ക് അപസ്മാരം ഉണ്ടാകുന്നതായിട്ട്. ഈ അപസ്മാരം എന്ന വാക്കിന് അർത്ഥം അപസ്മൃതി എന്നാണ്. അപസ്മൃതി എന്നതുകൊണ്ട് ഈ വർത്തമാനകാല ജീവിതത്തിൽ ഇരിക്കവേ തന്നെ പൂർവജന്മ സ്മൃതികളിൽ ഏതെങ്കിലും ഒന്ന് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ അത് താങ്ങാനാകാതെ മൂർച്ഛിച്ച് വീഴുന്നുണ്ട്. പല മനുഷ്യരുടെയും ജീവിതം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് അറിയാം. ഈ അപസ്മാരം പോലുള്ള, എപ്പിലെപ്സി പോലുള്ള രോഗങ്ങൾക്ക് ഇന്നും നല്ല ചികിത്സയില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില മേഖലകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ അപസ്മൃതി എന്ന് പറയുന്നതും പൂർവജന്മ സ്മൃതി എന്നൊക്കെ പറയുന്നതും എത്രമാത്രം മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്നതൊക്കെ ഇനിയും ഗവേഷണം ചെയ്യേണ്ട, പഠിക്കേണ്ട വിഷയങ്ങളാണ്. പക്ഷെ മനീഷികളായിരിക്കുന്ന ഋഷിമാര് അവർ നിരീക്ഷിച്ച് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ഗുരു ഈ കൃതിയിലും അത് നമ്മളോട് പങ്കുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ 7ാമത്തെ ശ്ലോകം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്ന കാലത്തെ വേദനകൾ മറന്നത് നന്ന്. അത് ഉണർന്നു വരികയാണെങ്കിൽ ഈ വർത്തമാനകാല ജീവിതത്തിലും നമുക്ക് ആ ക്ലേശങ്ങളുടെ ഓർമ്മകൾ നമ്മളെ അലോസരപ്പെടുത്തുകയും ജീവിതത്തിന്റെ ശാന്തിയെയും സമാധാനത്തെയും ഭഞ്ജിക്കുന്നതായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 8ാമത്തെ ശ്ലോകം.
എൻ തള്ള എന്നെ അകമേ ചുമടായി കിടത്തി, വെന്തുള്ളഴിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ടു, നൊന്തിങ്ങു പെറ്റു നരി പോലെ കിടന്നു കൂവുന്നു, എന്താവതിങ് അടിയനൊന്നരുളീടു ശംഭോ. എൻ തള്ള, തള്ള എന്ന് വിളിക്കുന്നത് നമ്മുടെ മലയാളികൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. കാരണം നമുക്ക് തള്ള എന്നും തന്ത എന്നൊക്കെ വിളിക്കുമ്പോൾ അതിനൊരു അത്ര മൂല്യമില്ല. പക്ഷെ തമിഴ് ഭാഷയിൽ വളരെ മൂല്യമുള്ള, റെസ്പെക്റ്റ് ഉള്ള വാക്കാണ് തന്തൈ, തള്ളൈ എന്നുള്ളത്. ഗുരു തമിഴ് ഭാഷയുടെ സ്വാധീനം കൊണ്ട് മലയാളികൾക്ക് അത്ര സുഖമില്ലാത്ത പദങ്ങൾ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. എൻ തള്ള എന്നെ, എൻ്റെ അമ്മ എന്നെ അകമേ ചുമടായി കിടത്തി. അമ്മയുടെ ഗർഭാശയത്തിൽ ഞാൻ കിടക്കുന്ന സമയത്ത് ഒരർത്ഥത്തിൽ ഒരു 9 മാസമൊക്കെ പ്രായത്തിയ ഒരു കുഞ്ഞിന് 3 കിലോഗ്രാമിലധികം ഭാരം വരാം. ആ 3 കിലോഗ്രാം ഭാരം വയറ്റിൽ അമ്മ ചുമക്കുകയാണ്. ചുമടായി കിടത്തി എന്ന് മകൻ തൻ്റെ അമ്മ തന്നെ ഗർഭത്തിൽ, അല്ലെങ്കിൽ മകനോ മകളോ അമ്മയുടെ ഗർഭാശയത്തിൽ ഞാൻ ഭാരമായിട്ട് കിടന്നു എന്ന് പറയാണ്. എന്നാൽ അമ്മയോട് പോയി ചോദിച്ചു നോക്കും, അമ്മയുടെ ഗർഭാശയത്തിൽ ഞാൻ കിടക്കുമ്പോൾ അമ്മയ്ക്ക് ഞാൻ ഭാരമായിരുന്നോ എന്ന് അമ്മയോട് ചോദിച്ചാൽ അമ്മ പറയും, നീ എനിക്ക് എങ്ങനെ ഭാരമാകാനാണ്, നീ എൻ്റേതല്ലേ എന്നാ പറയാ. നീ എൻ്റേതല്ലേ. അപ്പോൾ ഒരു കുഞ്ഞ് ഒരിക്കലും ഒരു അമ്മയ്ക്ക് ഭാരമല്ല. കാരണം ആ കുഞ്ഞ് അമ്മയുടെ ഭാഗമാണ്. അമ്മയുടെ സങ്കല്പത്തിലും അമ്മയുടെ സർവസത്തയിലും ആ കുഞ്ഞ് അമ്മയുടെ ഭാഗമാണ്. അമ്മയിൽ നിന്ന് കുഞ്ഞിനെ അടർത്തി മാറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് ആ കുഞ്ഞ് ഭാരമല്ല. ഒരു ജപ്പാനീസ് കവിയായിട്ടുള്ള ഇസ എന്നു പേരുള്ള ഒരു കവി, അദ്ദേഹം ഹൈക്കു കവിയാണ്, ചെറിയ കവിതകൾ എഴുതുന്ന കവിയാണ്. അദ്ദേഹത്തിന്റെ കവിതകളിലൊക്കെ അല്പം ദാർശനിക സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഇസ ഒരു ദിവസം ഇങ്ങനെ മഞ്ഞുള്ളൊരു ദിവസം പാളത്തൊപ്പി വെച്ചുകൊണ്ട് അദ്ദേഹം നടന്നു പോകുകയാണ്. അപ്പോൾ നടന്നു പോകുന്ന സമയത്ത് മഞ്ഞ് പൊഴിഞ്ഞ് അദ്ദേഹത്തിന്റെ തൊപ്പിയിൽ, ഹാറ്റില് മഞ്ഞ് വീണിട്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. ഇപ്പൊ നമ്മൾക്ക് മഞ്ഞ് വീഴുമ്പോൾ വാസ്തവത്തിൽ മഞ്ഞിന് നല്ല കനമുണ്ട്. ആ കനം ഉള്ളത് കൊണ്ട് തന്നെ തൊപ്പിയുടെ വശങ്ങളിൽ അത് ഇരുന്നിങ്ങനെ തൂങ്ങുന്നുണ്ട്. അപ്പോ ഇസ ആ മഞ്ഞ് തൊപ്പി എടുത്തിട്ട് നോക്കുമ്പോൾ നല്ല ഭാരം. പക്ഷെ ഇസ പറയാണ്, ഈ എൻ്റെ തൊപ്പിയിലിരിക്കുന്ന ഈ മഞ്ഞുപാളികൾ മുഴുവനും എൻ്റേതാണെന്ന് വിചാരിക്കുമ്പോൾ എനിക്കൊരു ഭാരവുമില്ലല്ലോ എന്ന്. എൻ്റേതാണെന്ന് കരുതുമ്പോൾ, നമ്മൾ എന്തും എൻ്റേതാണെന്ന് കരുതുമ്പോൾ അതിന് ഭാരം ഉണ്ടാകില്ല. എൻ്റേതല്ല എന്ന് കരുതുമ്പോൾ എല്ലാം ഭാരമുള്ളതായിട്ട് തീരും. ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അമ്മ ഒരിക്കലും കുഞ്ഞ് തൻ്റേതല്ലാത്തതായിട്ട് കരുതുന്നില്ല, തൻ്റേതാണ്. അതുകൊണ്ട് തന്നെ 3 കിലോഗ്രാം ഭാരമുള്ള ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴും ആ കുഞ്ഞ് അമ്മയ്ക്ക് ഭാരമുള്ളതായിരിക്കില്ല. ഒരു കല്ല് എടുത്ത് നിങ്ങൾ കെട്ടിവെച്ച് നോക്കൂ വയറ്റത്ത്. 3 കിലോഗ്രാം ഭാരമുള്ള ഒരു കല്ലെടുത്ത് വയറ്റത്ത് കെട്ടിവെച്ചാൽ നിങ്ങൾക്കത് 10 മിനിറ്റ് പോലും ചുമക്കാൻ പറ്റില്ല. കാരണം എന്താ? അത് ഒരു കല്ലാണത്. ആ കല്ല് നമ്മുടെ സത്തയിൽ നിന്ന് അന്യമായിട്ടുള്ള ഒന്നാണ്. അങ്ങനെയുള്ള കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗുരു പറയുന്നുണ്ട്, എൻ തള്ള എന്നെ അകമേ ചുമടായി കിടത്തി. ഇത് ഒരു മകനോ മകളോ തൻ്റെ അമ്മ തനിക്ക് വേണ്ടിയിട്ട് എത്രമാത്രം സഹിച്ചു, എത്ര ഭാരമുള്ള ഒരു വസ്തുവായിരുന്നു ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ. എന്നിട്ടും അമ്മ എന്നെ ചുമന്നുകൊണ്ട് നടന്നു. വെന്തുള്ളഴിഞ്ഞു, വേവുക എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുക, വേവുക എന്ന് പറഞ്ഞാൽ സ്തപിക്കുക എന്നാണ് അർത്ഥം. ഉള്ളഴിഞ്ഞിട്ട് വെന്തു. ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്ന കാലത്തൊക്കെ അമ്മയുടെ മനസ്സിൽ ഭയങ്കര വിഷമങ്ങളും വേദനകളും ഒക്കെ. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാലത്ത് ഈ കുഞ്ഞുങ്ങള് ജനിച്ചെങ്കിൽ ജനിച്ചു എന്ന് പറയാനേ പറ്റുള്ളൂ. ചിലപ്പോ പ്രസവിക്കുന്ന സമയത്ത് ചാപ്പിള്ളയായിരിക്കും പുറത്തു വരുന്നത്, മരിച്ച് ചത്ത ഒരു ജീവിയായിരിക്കും പുറത്തു വരുന്നത്.
അപ്പൊ അതുകൊണ്ട് അമ്മയുടെ ഉള്ളിൽ നോവുകളുണ്ട്, വേദനകളുണ്ട്, ഉള്ള് പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ് അകത്ത് കിടക്കുമ്പോഴും എൻ്റെ കുഞ്ഞ് എങ്ങനെയാണ്, എൻ്റെ കുഞ്ഞിന് ആവശ്യമുള്ളതൊക്കെ കിട്ടുന്നുണ്ടോ, വേദനകളുണ്ടോ, വിഷമങ്ങളുണ്ടോ, മരിച്ചു പോകുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വെന്തുള്ളഴിഞ്ഞ് വെറുതെ നെടുവീർപ്പുമിട്ടു ഇങ്ങനെ എന്നെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ നെടുവീർപ്പുകൾ ഇടുകയാണ്. നെടുവീർപ്പുകൾ എന്ന് പറയുന്നത് ചില വിഷമതകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടാകുന്ന ശ്വാസത്തിന്റെ ദീർഘശ്വാസമാണ് ഈ നെടുവീർപ്പ്. ദീർഘശ്വാസങ്ങൾ ഇടും. ദീർഘശ്വാസങ്ങൾ വിട്ടുകൊണ്ടാണ് അമ്മ എന്നെ കുറിച്ച് ഓർത്ത് ജീവിക്കുന്നത്. മാത്രമല്ല, നൊന്തിങ്ങു പെറ്റു നരി പോലെ കിടന്നു കൂവുന്നു അമ്മ. അമ്മ എന്നെ പ്രസവിക്കുന്നത് എത്ര വേദനയോട് കൂടിയിട്ടാണ്. ഇന്ന് പ്രസവം ആർക്കെങ്കിലും വേദനയുണ്ടോ? ഇന്നെല്ലാം സിസേറിയനല്ലേ നടത്തുന്നത്. പക്ഷെ ഗുരുവിടെ പറയുന്നു, അമ്മ എന്നെ നൊന്ത് പെറ്റു. എന്നിട്ട് അമ്മ നരിയെപ്പോലെ കിടന്നു കൂവാണ്. പ്രസവിക്കുന്ന സമയത്ത് പണ്ടത്തെ ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും, പ്രസവം എടുക്കുന്നത് ആശുപത്രികളിലായിരുന്നില്ല. പേറ്റുനോവ് വരുന്ന സമയത്ത് നാട്ടിലെ പേറ്റിച്ചി അല്ലെങ്കിൽ വയറ്റാറ്റിയെ വിളിക്കും. മിഡ് വൈഫാണ്. അവര് വളരെ കാലത്തെ ദീർഘകാല പ്രസവങ്ങൾ എടുത്ത് പരിചയിച്ചിട്ടുള്ള ഒരു സ്ത്രീ ആയിരിക്കും. അവര് വന്നിട്ടാണ് ഈ പ്രസവം എടുക്കുന്നത്. അവർ പ്രസവം എടുക്കുന്ന സമയത്ത് അമ്മയെ, ഈ മാതാവിനെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കാം അത്രമാത്രം ബുദ്ധിമുട്ടിക്കും. കുത്തുവാക്കുകൾ പറയും, അവരെ വേദനിപ്പിക്കും. എന്നിട്ട് പ്രസവിപ്പിക്കുകയാണ് ചെയ്യുക. ബലമായിട്ട് ഈ അമ്മയെ കൊണ്ട് കുഞ്ഞിനെ പ്രസവിപ്പിക്കും വേദന വന്നു കഴിഞ്ഞാൽ. ഇതൊക്കെ അപ്പൊ ഈ അമ്മ വിളിച്ച് കൂവും. എന്താ? താങ്ങാനാവാതെ. ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണ്. പുരുഷന്മാർക്ക് പ്രസവ വേദന അറിയില്ലല്ലോ, സ്ത്രീകൾക്കല്ലേ പ്രസവ വേദന അറിയുള്ളൂ. പുരുഷന്മാർക്ക് ഇത് എന്താണെന്ന് അറിയില്ല. അവരുടെ കാര്യം കഴിഞ്ഞ്, അവരുടെ ഉത്തരവാദിത്വമല്ല പ്രസവിക്കുക എന്നുള്ളത്. പ്രസവിക്കുന്നതൊക്കെ സ്ത്രീയുടെ ഉത്തരവാദിത്വമായിരുന്നു. പണ്ട് കാലത്ത് സ്ത്രീ പ്രസവിക്കുമ്പോഴും പുരുഷന് പ്രസവവേദന ഉണ്ടായിരുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ന് ചിലപ്പോഴൊക്കെ ഭർത്താവിനെ ഭാര്യയുടെ അടുത്ത് പ്രസവിക്കുന്ന സമയത്ത് ഇരിക്കാൻ അനുവാദം ഹോസ്പിറ്റലുകളിൽ കൊടുക്കാറുണ്ട്. പല ഭർത്താക്കന്മാരും ഭാര്യ പ്രസവിക്കുന്നതിൻ്റെ അടുത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഭാര്യ പ്രസവിക്കുമ്പോഴും ഭർത്താവിനായിരിക്കും വേദന വരാം. കാരണം ഈ അവളുടെ വേദനകൾ മുഴുവനും സ്വന്തം വേദന പോലെ ചില ഭർത്താവ് ഉള്ളിൽ ഏറ്റുന്നത് കൊണ്ട് ചില ഭർത്താക്കന്മാരെ ഭാര്യയുടെ അടുത്തിരിക്കാൻ പേടിയാണ്, ഇഷ്ടപ്പെടുന്നില്ല. പ്രസവിക്കുന്നത് കാണാൻ തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനകളിൽ ഏറ്റവും പ്രധാനമാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുക എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ എന്താണ് ഇതിന്റെ അർത്ഥം? എന്താവതിങ് അടിയനൊന്ന് അരുളീട് ശംഭോ. എന്താണ് ഈ ജീവന്റെ അർത്ഥം? ഈ ജനിച്ചു വീഴുകയും ജനനം, മരണം, ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താണ്? ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിവിടെ ജനിച്ചു, ഇവിടെ ജീവിക്കുന്നു, അങ്ങയുടെ കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താണ്? ഒരു സത്യാന്വേഷകന്റെ ബോധം ഉള്ളിൽ കുടികൊള്ളുന്ന ഒരു പ്രാർത്ഥകനാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ഇതിൻ്റെ ഒക്കെ അർത്ഥം അറിയാൻ എനിക്ക് അരുളീടു, പറഞ്ഞു തരൂ ശംഭോ, ശംഭോ ശിവപെരുമാനെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് അമ്മയുടെ ഏറ്റവും ക്ലേശകരമായ ജീവിതത്തെ കുറിച്ചിട്ട് നമ്മൾ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഇവിടെ ജനിച്ചു വരുന്നത് നമ്മുടെ കഴിവ് കൊണ്ടൊന്നല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, ദൈവത്തിൻ്റെ സഹകാരികളായിട്ടുള്ള അമ്മയിലൂടെ. അതുകൊണ്ടാണ് അമ്മയെ മാതൃദേവോ ഭവ, മാതാവിനെ ദൈവമായിട്ട് കാണണമെന്ന് പറയുന്നത്. കാരണം ആ അമ്മ സഹിച്ചിട്ടുള്ള വേദനകളൊക്കെ മക്കൾക്കറിയാമോ? ഈ അമ്മയല്ലേ ഇന്ന് നമ്മൾ പത്രം എടുത്തു നോക്കൂ, എല്ലാ പത്രങ്ങളിലും അമ്മയെ അടിച്ചു കൊന്നു, അമ്മയെ ചവിട്ടി കൊന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മക്കളാണ് ഇത്. അമ്മയെ റേപ്പ് ചെയ്തതായിട്ടുള്ള വാർത്തകൾ നോക്കൂ. ഇതൊക്കെ ഈ ഓർമ്മകൾ നഷ്ടപ്പെട്ട മനുഷ്യരുടെ സാംസ്കാരികമായിട്ടുള്ള വൈകല്യങ്ങൾ ഈ ലോകത്ത് വന്നു തുടങ്ങിയിരിക്കുന്നു. ഈ ലോകം എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ മാതാവിനുള്ള സ്ഥാനം എത്രയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ശങ്കരാചാര്യരുടെ മാതാവിനോട് ശങ്കരാചാര്യർ കാണിച്ച ആ ആദരവും ഭക്തിയൊക്കെ
മാതൃപഞ്ചകം എന്നൊരു കൃതിയിൽ ശങ്കരാചാര്യർ എഴുതിയിട്ടുണ്ട്. അതില് ആ മാതൃപഞ്ചകത്തില് പറയുന്നു, ആസ്താം താപതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയി ശയ്യാച സാംവത്സരി ഏകസ്യാപി ന ഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യാക്ഷമഃ ദാതും നിഷ്കൃതിമുന്നതോപി തനയ തസ്യൈ ജനന്യൈ നമഃ. അതായത് അമ്മ 9 മാസക്കാലം വയറ്റില് എന്നെയും ചുമന്നുകൊണ്ട് ജീവിച്ചു. അമ്മ കഠോരമായ വേദന അനുഭവിച്ചുകൊണ്ടാണ് എന്നെ പ്രസവിച്ചത്. ഇത് ശങ്കരാചാര്യർ എഴുതുകയാണ്. അമ്മ എൻ്റെ മലത്തിലും മൂത്രത്തിലും കുതിർന്ന ശയ്യയില് എന്നോടൊപ്പം അമ്മ ശയിച്ചു. കുട്ടികളുടെ കൂടെ അമ്മമാര് കിടക്കുമ്പോൾ അങ്ങനെയാണല്ലോ, കുട്ടികൾ മൂത്രമൊഴിക്കാം, വിസർജിക്കാം. ആ വിസർജ്യത്തിലൊക്കെ അമ്മ തന്നെ കൂടെ ഉണ്ടാകും ആ ശയ്യയില്. എന്നെ കുറിച്ചോർത്ത് ഭക്ഷ്യപേയങ്ങൾ പോലും അമ്മ മറന്നുപോയി. കുഞ്ഞിന്റെ കാര്യങ്ങൾ ഓർത്തിട്ട് രാത്രി കാലങ്ങളിൽ കുഞ്ഞൊക്കെ ഉണരുന്ന സമയത്ത് അമ്മയ്ക്ക് ഉണരേണ്ടി വരും. അമ്മയ്ക്ക് ഉറക്കമില്ല. അങ്ങനെ അമ്മ ശരീരം വളരെ മെലിഞ്ഞുപോയി. അമ്മയുടെ ശരീരം തീരെ മെലിയുകയും ക്ഷീണിതമാവുകയും ചെയ്തു. തൻ്റെ ജീവിതം സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ട് സമർപ്പിച്ച അമ്മയ്ക്ക് വേണ്ടി എന്ത് പ്രത്യുപകാരമാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത്? ഈ ഭൂമിയിൽ നേടിയെടുത്തിട്ടുള്ള എല്ലാ നേട്ടവും അമ്മയുടെ ത്യാഗത്തിന് പ്രതിഫലമായി കൊടുത്താൽ പോരുന്നതല്ല എന്ന് ശങ്കരാചാര്യർ പറയാണ്. അപ്പോൾ അത്രമാത്രം അമ്മയുടെ ത്യാഗത്തിന്റെ വില തിരിച്ചറിയുന്ന ഒരു കുഞ്ഞായിട്ട് ഓരോരുത്തരും വളരണം എന്നുകൂടി ഈ ശ്ലോകത്തിൽ നിന്ന് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരമ്മ നമുക്ക് വേണ്ടിയിട്ട് സഹിച്ചിട്ടുള്ള വേദനകളൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അവസാനം നമ്മൾ ഒരു ഉരുള ചോറാണ് അമ്മയ്ക്ക് പിണ്ടമായിട്ട് വെക്കുന്നത്. അമ്മ ഒരു ബീജപിണ്ടമായിട്ട് തന്നെ വളർത്തിയെടുത്ത് കൊണ്ടുവന്ന് ആ അമ്മയ്ക്ക് ഒരു പിണ്ടം, ചോറിന്റെ പിണ്ടമാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ കഴിയും? ആ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിക്കാനോ, ആ അമ്മയെ വണങ്ങാനോ, ആ അമ്മയ്ക്ക് സാന്ത്വനങ്ങൾ കൊടുക്കാനോ പരിചരിക്കാനോ ആധുനിക ലോകത്തുള്ള ആളുകൾക്ക് മനസ്സ് വരുന്നില്ല എന്നുള്ളത് വലിയ പരിതാപകരമായ അവസ്ഥയാണ്. അത് ഈ ശ്ലോകത്തിന്റെ അകത്ത് ഗുരു സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. തള്ള എന്നെ അകമേ ചുമടായി കിടത്തി വെന്തുള്ളഴിഞ്ഞ് വെറുതെ നെടുവീർപ്പുമിട്ട് നൊന്തിങ്ങു പെറ്റു നരി പോലെ കിടന്നു കൂവുന്നു എന്താവതിങ്ങ് അടിയനൊന്നരുളിയിടു ശംഭോ. അടുത്ത ശ്ലോകം 8-ാമത്തേതാണ്. എട്ടാമത്തേത് കഴിഞ്ഞു. 9-ാമത്തെ ശ്ലോകമാണ് ഇനി. എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവനെന്നെടുത്തു ചൊല്ലേണമോ ദുരിതമൊക്കെ അകറ്റണേ നീ ഇല്ലാരുമിങ്ങടിയനങ്ങൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞത് എരുതിലേറി വരുന്ന ശംഭോ. എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവനിന്നെടുത്തു ചൊല്ലേണമോ ദുരിതമൊക്കെ അകറ്റണേ നീ ഇല്ല ആരുമിങ്ങ് അടിയന് അങ്ങ് ഒഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞ് എരുതിലേറി വരുന്ന ശംഭോ. എല്ലാം അറിഞ്ഞു ഭഗവാന് എല്ലാം അറിയാം. ഒരു പ്രാർത്ഥകൻ അവസാനം എത്തിച്ചേരുന്ന ഒരു കൺക്ലൂഷൻ, നിഗമനം എന്താ? നമ്മേക്കാൾ നന്നായി നമ്മെ അറിയുന്നവനാണ് ഈശ്വരൻ. കാരണം നമ്മെ സൃഷ്ടിച്ച ഈശ്വരന് നമ്മെ അറിയാതിരിക്കുമോ? നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കാതെ തന്നെ ഈശ്വരൻ അറിയാമല്ലോ എല്ലാ കാര്യങ്ങളും. നിങ്ങൾക്ക് എന്ത് വേണമെന്നും നിങ്ങളുടെ ജീവിതം എങ്ങോട്ടാണ് പോകേണ്ടതെന്നും നിങ്ങളെക്കാൾ നന്നായി അറിയുന്നത് ഈശ്വരനാണ്. ഇത് ഗുരു പറയാണ്. എല്ലാം അറിഞ്ഞ് ഭഗവാൻ ഇനി ഇവനിന്നെടുത്ത് ചൊല്ലേണമോ. ഇനി ഇവൻ എടുത്ത് പറയേണ്ടതുണ്ടോ എല്ലാതും?
എടുത്ത് പറയണോ? ഇനിയല്ല, ഓരോന്നായിട്ട് പറയണോ? ഭഗവാനോട് ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ഭഗവാൻ അത് ചെയ്തു തരണമെന്ന് പറയുകയും ഒന്നും വേണ്ട. നമ്മൾ ഒരുപാട് ആവശ്യങ്ങളും ഉന്നയിക്കരുത്. ഇപ്പോ നമുക്കറിയാം, പല സ്ഥലങ്ങളിലും കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ധാരാളം നടക്കുന്നുണ്ട്. എന്ത് കാര്യസിദ്ധിയാണ് നടക്കുന്നത്? ഭഗവാന്റെ ഇംഗിതപ്രകാരമല്ലാതെ ഒന്നും നമുക്ക് നടക്കില്ല. എന്താണോ നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ളത് അത് മാത്രമേ നടക്കൂ. ആ നിശ്ചയിച്ചത് നമ്മളെക്കാളും നിശ്ചയമുണ്ട് ഈശ്വരന്. അതുകൊണ്ട് എടുത്തു ചൊല്ലേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നാണ് ഗുരു ചോദിക്കുന്നത്. ഭഗവാൻ ഇവനൊന്ന് എടുത്തു ചൊല്ലേണമോ? എങ്കിലും പറയാണ്, എൻ്റെ ദുരിതമൊക്കെ അകറ്റണേ. ദുരിതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ദുരിതം? മനുഷ്യന്റെ ദുരിതം എന്തോ? അടിസ്ഥാനപരമായ ദുരിതം അജ്ഞാനം തന്നെയാണ്. അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ ദുരിതം. ആ ദുരിതം പോയി കഴിഞ്ഞാൽ എല്ലാ ദുരിതവും പോയി. അപ്പോൾ ദുരിതങ്ങളിൽ നമ്മൾ സാധാരണ ദുരിതം എന്ന് പറയുന്നത്, നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, രോഗാദി ക്ലേശങ്ങൾ ഉണ്ടായിരിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ദുരിതങ്ങളായിട്ട് നമ്മൾ എണ്ണുന്നത്. പക്ഷെ ആ ദുരിതത്തിനേക്കാളൊക്കെ എത്രയോ വലുതാണെന്നറിയാമോ? അജ്ഞാനം കൊണ്ട് നമുക്ക് നമ്മുടെ സ്വരൂപത്തെ അറിയാതിരിക്കുന്നത്, ഈശ്വരനെ മറന്നു പോകുന്നതാണ് ഏറ്റവും വലിയ ദുരിതം. ആ ദുരിതം അകറ്റിയാല് നമ്മുടെ പ്രശ്നം തീർന്നു. അന്നവസ്ത്രാദികളെല്ലാതും നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതാണ് ഭഗവാൻ. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് നമ്മൾ ദൈവദശകത്തിൽ പഠിക്കുന്നുണ്ട്. ചോദിക്കാതെ തരുന്നു, അല്ലാതെ ആവശ്യപ്പെടാതെ തരുന്നു. അതുകൊണ്ട് ഒറ്റ വാക്കില് പറഞ്ഞു, ദുരിതമൊക്കെ അകറ്റണേ, ദുരിതങ്ങൾ അകറ്റണ, അജ്ഞാനത്തിന്റെ അന്ധകാരം നീക്കണ എന്നിൽ നിന്ന്. ഇല്ലാരും അടിയന്, വേറെ ആരും ഇല്ലത് ചെയ്തു തരാനായിട്ട്. ആർക്കാണ് അജ്ഞാനം നീക്കാൻ കഴിയുന്നത്? വെളിച്ചത്തിന് മാത്രമാണ് ഇരുട്ടിന് നീക്കാൻ കഴിയുള്ളൂ. വേറെ ആരെങ്കിലും ഇരുട്ടിന് നീക്കാൻ കഴിയുന്ന വെളിച്ചമായിട്ട് ഇവിടെ ഉണ്ടോ? ആ ഈശ്വരൻ ഗുരുവിന്റെ രൂപത്തിലാണ് വരുന്നത്, വെളിച്ചമായിട്ട്. ആ ഈശ്വരൻ ഗുരുവിന്റെ രൂപത്തിൽ വെളിച്ചമായിട്ട് വന്ന് ഇരുട്ട് അകറ്റി തരുന്നു. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഈശ്വരന് മാത്രമാണ് ദുരിതമാകുന്ന ഇരുട്ട് അകറ്റി, അന്ധകാരം അകറ്റിയിട്ട് നമ്മുടെ അകം പ്രകാശപൂരിതമാക്കാനായിട്ട് പറ്റുള്ളൂ. ഇല്ലാരുമില്ല അങ്ങ് അടിയന്. അടിയൻ എന്ന വാക്ക് എത്ര വിനയത്തോടെയാണ് പറയുന്നത്. ഈ കാലത്ത് അടിയൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അടിമയാകുകയോ? അടിമത്തത്തിൽ നിന്നുള്ള മോചനമല്ല നമ്മൾ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഈശ്വരന്റെ അടിമയാകാൻ ഈശ്വരൻ മുതലാളിയോ അല്ലെ യജമാനനോ ആണോ എന്നൊക്കെ ചോദിക്കും ഈ കാലത്ത്. അങ്ങനെയല്ലല്ലോ. അടിമ എന്ന് പറയുന്നതും അടിയൻ എന്ന് പറയുന്നതും നമ്മളുടെ നിസ്സഹായതയാണ് അത് വേദിപ്പിക്കുന്നത്. ഈ ജീവിതത്തില് കൈവിരലുകൾ പോലും നമുക്ക് ചലിപ്പിക്കണമെങ്കിൽ ആ ഈശ്വരന്റെ കൃപ വേണം. അത് കൈകാലുകൾ തളർന്നു കിടക്കുന്ന മനുഷ്യരുടെ ഉള്ളിൽ അത്തരം പ്രാർത്ഥനകൾ ഉണ്ടാകും. ഇതൊക്കെ നമുക്ക് ആരോഗ്യവും അതൊക്കെ നമുക്ക് വിഭവങ്ങളൊക്കെ ധാരാളം കിട്ടുന്ന സമയത്ത്, എല്ലിൽ വറ്റുകുത്തുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ പറയും, എന്ത് ഈശ്വരൻ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഇല്ലാരും അടിയൻ ഒഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞ് എരുതിലേറി വരുന്ന ശംഭോ. എല്ലാം കളഞ്ഞ് ഒരു ഭക്തന്റെ ഹൃദയത്തിൽ നിന്ന് സർവസമർപ്പണ ഭാവത്തോടു കൂടിയിട്ടുള്ള ആ പ്രാർത്ഥനയുടെ അകമറിയുന്ന സമയത്ത് ഈ ഭഗവാൻ സർവവും ഉപേക്ഷിച്ച്, എല്ലാം ഉപേക്ഷിച്ച് ആ ഭക്തനെ രക്ഷിക്കാനായിട്ട് എരുതിലേറി, എരുത് എന്ന വാക്ക് കാളയുടെ പുറത്ത് ഭഗവാൻ ശിവൻ ഏറി വരുന്നു എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ കാണാവുന്ന വിധത്തിൽ നമുക്ക് പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ നേരിട്ട് വന്ന് നമ്മളുടെ ദുരിതങ്ങളൊക്കെ അകറ്റി, അജ്ഞാനമൊക്കെ അകറ്റി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ഗുരുവിന്റെ രൂപത്തിൽ നമ്മുടെ അടുത്തേക്ക് വന്ന് ആ ഈശ്വരൻ തന്നെ നമ്മളിലെ അന്ധകാരമാകുന്ന ദുരിതത്തെ നീക്കിയിട്ട് നമ്മുടെ മനസ്സിനെ പ്രകാശപൂരിതമാക്കി തരുന്നു. അതാണ് ഈ പിണ്ടനന്ദിയുടെ സാരം എന്ന് പറയുന്നത്. ഈ 3 ക്ലാസ്സുകളിലൂടെ
പിണ്ടനന്ദിയുടെ ചെറിയ സാമാന്യമായിട്ടുള്ള രൂപത്തെ മാത്രമാണ് ചെറുതായിട്ടൊന്ന് അപഗ്രഥിക്കാൻ പറ്റിയിട്ടുള്ളൂ. പിണ്ടനന്ദി എന്ന ഒരു പുസ്തകം 126 പേജുകളുള്ള ഒരു വ്യാഖ്യാനം ഈ ഉള്ളവൻ എഴുതിയിട്ടുണ്ട്. അതിൽ സവിസ്തരം ഓരോ അധ്യായവും വിസ്തരിച്ചിട്ടുണ്ട്. അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സാപ്പിൽ ആവശ്യപ്പെട്ടാൽ തരാവുന്നതാണ് പിണ്ടനന്ദിയുടെ വ്യാഖ്യാനം. അപ്പോൾ എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഓം.